ഇവിടെ നിന്ന് ആൾക്കാരെ ഓട്ടി പറഞ്ഞ. അല്ല, ഒരു കാര്യം, ഒരു മിനിറ്റ്, ലെറ്റ് മീ ഫിനിഷ്. എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ അതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് ആളവിടെ മോശക്കാരനാക്കി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു അജണ്ട. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. അപ്പോ ആയതുകൊണ്ട് ആൾക്കാരുടെ മനസ്സ് മടുക്കണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ചൂട്ടത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട അവിടെ നിന്ന് എന്തെങ്കിലും കാശ് കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ, കരയിപ്പിച്ചിട്ടുണ്ട്. മാനസികമായി പീഡിപ്പിക്കുകയും വലിയൊരു പ്രശ്നമാണിത്. 100% ഞാൻ യോജിക്കുന്നു. അവിടെ അധ്വാനിച്ച് കാശ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇറക്കുന്നത്, അല്ലാണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇറക്കണമില്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരുമ്പോൾ എത്രയോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ ഫാക്ടറികളൊക്കെ ഒന്ന് എവിടെ പോയി? കൊള്ളക്കാരാണോ? കൊള്ളക്കാരെക്കാളും കഷ്ടാണമ്മേ. എത്ര ആയിരം ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഫാക്ടറികളായിരുന്നു അത് ഇപ്പൊ മോഡേണൈസ് ചെയ്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ്. സ്വാഭാവികം. അക്കാര്യത്തിലൊക്കെ സർക്കാരിന്റെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തലത്തിലാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരാൾ തന്നെയാണ് മാധ്യമ നിരീക്ഷകൻ, ഒരാൾ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരേ ആൾ തന്നെയാണ് എൻവയറമെന്റലിസ്റ്റ്, ഇതൊക്കെ എന്ത്, വേറൊരാൾ തന്നെയാണ് എക്കണോമിസ്റ്റ്. ആള് വന്നിട്ട് ചർച്ച ചെയ്യിപ്പിച്ച് ഇവിടെ നിന്ന് ആൾക്കാരെ ഓട്ടി പറഞ്ഞ. അല്ല, അതിനെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. ഇത് കേരളമാണ്.